ഹലോ, നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ഇഞ്ചി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെത്തി വെള്ളം കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നന്നായി ക്ലീൻ ചെയ്ത വെളുത്തുള്ളി 200 ഗ്രാം. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഓയിൽ വേണം, വെജിറ്റബിൾ ഓയിൽ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം നമ്മുടെ മിക്സിയിൽ ആവശ്യത്തിന് അരച്ചെടുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. തുല്യമായാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയും കൂടെ. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ, അല്ലാതെ വേറെ ഓയിലൊന്നും ഒഴിക്കരുത്. അതും കൂടെ ഒഴിച്ച് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത പേസ്റ്റ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ 3-4 മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ നോൺ വെജിനും, നമുക്ക് മീൻ, ഇറച്ചി, ചിക്കൻ, മറ്റുള്ള എല്ലാ നോൺ വെജായിട്ട് വയ്ക്കുന്ന എല്ലാ കറികൾക്കും ഈ പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഒരു കേടും വരില്ല. ഞാൻ സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അരച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് കണ്ടോ, ഇത്രയുണ്ട്. 200-400 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഓയിൽ ഒരു കപ്പ് ഓയിലും കൂടെ ഇട്ട് ആവശ്യത്തിന് നമ്മൾ അരയ്ക്കാൻ വേണ്ടി സാധാരണ വെള്ളം ചേർത്ത് അരയ്ക്കുന്നത് പോലെ തന്നെ അതിന് പകരം ഇത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അരച്ചെടുക്കുക. അത് കുപ്പികളിൽ നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ആവശ്യത്തിന് ചെറിയ കുപ്പികളിലാകുമ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാം. പക്ഷേ ഒറ്റ കാര്യം, ഉണങ്ങിയ കുപ്പിയായിരിക്കണം, ഉണങ്ങിയ സ്പൂണും ആയിരിക്കണം എടുക്കുമ്പോൾ. ഒരിക്കലും വെള്ളം തൊട്ട ഒന്നും എടുത്ത് അതിലേക്ക് ഇടരുത്, അപ്പോൾ അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കും. 2-3 മാസം വരെ നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ. മീൻകറിയൊക്കെ ദിവസവും വയ്ക്കുന്നവർക്ക് ഏറ്റവും നല്ലത്, ഇറച്ചി വയ്ക്കുന്നവർക്കും ഈ ക്രിസ്മസ് സമയത്ത് ഏറ്റവും നല്ലത് ഇത്തരം പേസ്റ്റൊക്കെ ഉണ്ടാക്കിയ എളുപ്പത്തിന് കാര്യം നടക്കും. ഇതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി മാത്രമല്ല, പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അരച്ച് പേസ്റ്റാക്കി വയ്ക്കാവുന്നതാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യാൻ നോക്കൂ. താങ്ക് യു. ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചത്.